നിന്ന് വരുന്നത്. എൻ്റെ പേര് അനുജ. എനിക്ക് ഏറ്റവും കൂടുതലൊരു പ്രയാസം എന്ന് വെച്ചാൽ വന്ന് എത്തിയത് തന്നെ എൻ്റെ വീട്ടിലൊരു എൻ്റെ അച്ഛനും എൻ്റെ അമ്മയുള്ള വീട്ടിൽ തന്നെ ഒരു വീട് 10-13 വർഷത്തോളം. കാരണം എൻ്റെ കല്യാണ സമയത്ത് വെച്ചതായിരുന്ന ഒരു പ്രമാണം വെച്ച് ലോൺ എടുത്ത് എൻ്റെ വിവാഹം നടത്തിയതാണ്. അവർക്ക് തിരിച്ച് പിന്നെ അവർ കുറച്ച് പൈസകൾ അടച്ചു, പിന്നെ കുറേ പെൻഡിങ് ആയി. അങ്ങനെ വർഷങ്ങളോറും പൊയ്ക്കൊണ്ടിരുന്നതായിരുന്നു. അതിപ്പം ഈ കഴിഞ്ഞ 23 മാർച്ച് സമയത്ത് ആയപ്പോഴേക്കും ജപ്തിയായി, പൂർണ്ണമായും ജപ്തിയായി. 23 ഒരാഴ്ചയ്ക്കുള്ളിൽ അടച്ചില്ല എന്നുണ്ടെങ്കിൽ അതവർ വീട് വിട്ട് ഇറങ്ങണം എന്നായിരുന്നു. എനിക്ക് എന്ത് വേണം ഏത് വേണമെന്ന് അറിയാൻ വയ്യാത്തൊരു ഇതായിപ്പോയി. പക്ഷെ ഞാൻ നേരത്തെ ഇവിടെ എത്തി, എൻ്റെ കൂട്ടുകാരികൾ മുഖേന ഇവിടെ എത്തിയെങ്കിലും ഞാൻ അവരിൽ നിന്നും ഞാൻ ഇവിടെ വന്ന് അമ്മയെ കണ്ട് തൊഴുത് തിരിച്ചു മടങ്ങിയപ്പോൾ ഒരു ഫോട്ടോയും വാങ്ങിച്ചാണ് ഞാൻ തിരിച്ചു മടങ്ങിയത്. എല്ലാ ദിവസവും എനിക്കൊരു താൽക്കാലിക ജോലി ഉണ്ടായിരുന്നു ഒരു അംഗനവാടിയിൽ. ഞാൻ പോകുമ്പോഴെല്ലാം ഞാൻ മാതാവിനോട് ഓരോ കാര്യങ്ങൾ, ഓരോ സങ്കടങ്ങളും പറഞ്ഞിട്ട് പോകുമ്പോൾ തിരിച്ചെത്തുമ്പോൾ എനിക്കത് സാധിച്ചു തരാറുണ്ട്. ഞാൻ അങ്ങനെ ഇത് കേട്ട ഉടനെ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് വേറെ വഴിയില്ല, എനിക്ക് എത്രയും പെട്ടെന്നും എൻ്റെ അച്ഛനമ്മയും കടത്തിണ്ണയിൽ കിടത്താതെ എനിക്ക് ആ പ്രമാണം തിരിച്ചെടുക്കാനുള്ള ഏതെങ്കിലും ഒരു വഴി കാട്ടിത്തരണേ എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ എന്തായാലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു ദിവസം ഞാൻ ഇതിനൊക്കെ കിടന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു രാത്രി ആയപ്പോഴും എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്നൊരു തോന്നലായിരുന്നു. ഞാനത് എൻ്റെ ഭർത്താവിനോട് ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം എൻ്റെ ഭർത്താവ് പറഞ്ഞ് പറ്റത്തില്ല, നിനക്ക് ഏതെങ്കിലും കേൾക്കുമ്പോൾ നിനക്ക് അങ്ങോട്ട് പോകണം എന്നൊരു തോന്നലാണ്, ഇപ്പം എങ്ങനെ പോകാൻ പറ്റും, ഇപ്പം നടക്കത്തില്ലല്ലോ എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് എൻ്റെ ഭർത്താവിന് നിങ്ങളുടെ അടുത്തേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ, നിങ്ങളെ എന്നെ കൊണ്ടുപോകാനുള്ളൂ, വേറെ ആരുമില്ല, എങ്ങനെയെങ്കിലും എന്നെ അവിടെ കൊണ്ടെത്തിക്കണം എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പക്ഷേ അന്നേരം എൻ്റെ ഹസ്ബൻഡ് കേട്ട് എൻ്റെ കൂടെ ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്ത് സമയം ഞാൻ തിരിച്ചു മടങ്ങി. ഉടമ്പടി എടുത്ത് അവിടെ ചെന്ന് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവിടെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഫുൾ ടൈമും രാവും പകലും, കാരണം പോകുന്ന സമയത്തും നമ്മളെ പാചകം ചെയ്ത സമയത്തെല്ലാം ഞാൻ മാതാവിനോട് ഓരോന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. കാരണം എൻ്റെ അച്ഛനമ്മയും സഹോദരനെയും വഴിയിലാക്കരുത്, എത്രയും പെട്ടെന്ന് എനിക്ക് അവരെ വീട് തിരിച്ചെടുക്കാനുള്ളൊരു വഴി കാട്ടിത്തരണേ എന്ന് മാതാവിനോട് എന്നെ ഫുൾ ടൈമും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കൂടിപ്പോയ ഒരാഴ്ചയായപ്പം തന്നെ പിറ്റേ ദിവസം ഇറങ്ങണം, ഒരു 12:30 ആകുമ്പം ഇറങ്ങണം എന്ന് പറഞ്ഞിരുന്നു. 12:30 ആയപ്പോഴും എനിക്ക് അങ്ങ് വെപ്രാളം കൂടി. ഞാൻ എന്തോ ചെയ്യും, എനിക്ക് കുറച്ച് പൈസ ഞാൻ പുറത്തൊന്ന് മറിച്ച് കൊടുത്ത് എനിക്ക് മറിക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യും ഏത് ചെയ്യും. ഞാൻ മാതാവിനോട് മുട്ടിപ്പോയി. എൻ്റെ ഭർത്താവ് ആരുമില്ല വീട്ടിൽ, മക്കളും ആരുമില്ല. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് നിലവിളിച്ച് എനിക്ക് എൻ്റെ അച്ഛനമ്മയെ എനിക്ക് സംരക്ഷിക്കാൻ പറ്റുന്നില്ല. ഞാൻ മാതാവിനെ ഏൽപ്പിക്കുകയാണ്, എന്തെങ്കിലും ഒരു വഴി. നാളെ 12 മണിയാകുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും വഴിയിലാവുക, എനിക്ക് വഴിയില്ല, എനിക്ക് മാതാവിനെ കാട്ടിത്തരണേ എന്നൊരു രീതിയായിരുന്നു ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ട്. അന്നേരം തന്നെ എന്താണെന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് തന്നെ ഞാൻ അമ്മ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ഒരു ഉപ്പ് മുഖേന ഞാൻ പറഞ്ഞു, ഞാൻ മാതാവേ, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാം, എനിക്ക് എന്തെങ്കിലും ഒരു തെളിവ് എനിക്ക് കാട്ടിത്തരണേ, എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരണേ, സാക്ഷി ഞാനിവിടെ പറഞ്ഞോളാം, ഒരു കാര്യമെങ്കിലും ഞാൻ സാക്ഷി ഇവിടെ ഞാൻ പറയാം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ട മാതാവിനോട്. പിറ്റേ ദിവസം ഞാൻ കേൾക്കുന്നത് എൻ്റെ സഹോദരൻ്റെ ഭാര്യയുടെ അമ്മ മുഖേന കുറച്ച് പൈസ അടച്ച് അവരൊക്കെയുള്ള സ്വർണ്ണങ്ങൾ കൊണ്ട് പണയം വിൽക്കുകയും ചെയ്ത് ജപ്തി ഒഴിവാക്കി. 9 ലക്ഷം രൂപ അടയ്ക്കണമെന്നായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ ഒരു 1.25 ലക്ഷം രൂപ അടച്ച് ജപ്തി ഒഴിവാക്കി. പിന്നെ കുറച്ച് ഡേറ്റ് ഇട്ട് തന്നു, ബാക്കി 7 ലക്ഷം രൂപ ബാക്കിയുള്ളത് 7 ചില്ലറ അടയ്ക്കണം, ഇത്ര ഡേറ്റിനുള്ളിൽ അടയ്ക്കണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വീണ്ടും ജപ്തിയായി അവർ ഇറങ്ങേണ്ടി വരും എന്നുള്ളൊരു പറഞ്ഞിരുന്നെങ്കിലും ഒന്നും വഴിയില്ലായിരുന്നു. പക്ഷെ ജപ്തി ഒഴിവായി, ഡേറ്റ് കിട്ടിയെന്നേ ഉള്ളൂ. എന്തോ ചെയ്യണം. എന്നിട്ട് മാതാവിനോട് ഞാൻ വീണ്ടും ആവശ്യപ്പെട്ട്, ഈ 9 ലക്ഷം എന്നുള്ളത് മാതാവ് എങ്ങനെയെങ്കിലും മാക്സിമം ഒന്ന് കുറച്ച് കിട്ടണം, എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റുന്നില്ല, എൻ്റെ സഹോദരനും കൊടുക്കാൻ പറ്റുന്നില്ല, മാതാവ് എങ്ങനെയെങ്കിലും എനിക്കൊരു വഴി ഒരുക്കി തരണേ എന്ന് പ്രാർത്ഥിച്ച്. അന്നേരം ഞാൻ അമ്മയോടും കൊടുത്ത സമയത്ത് ഞാൻ ഉപ്പ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യുന്നത്, ഇത് കൊണ്ടുപോയി ബാങ്കിൽ പോകും, അമ്മയുടെ കൈ പിടിച്ചിരുന്നാൽ മതി, വേറെ ഒന്നും പറഞ്ഞു, മാതാവിനോട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ മാതാവിനവിടെ ചെന്ന് ബാങ്കിൽ ചെന്ന് ഇന്ന് സംസാരിക്കുകയും തിരിച്ച് വന്നപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു, എന്തോ ആയി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, 9 ലക്ഷം എന്നുള്ളത് മോളെ 6 ലക്ഷം രൂപയാക്കി തീർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ 6 ലക്ഷം രൂപയും ഞാൻ ബാക്കി ഇനി എങ്ങനെ അടയ്ക്കും, എനിക്കറിയില്ല മോളെ, എന്താ വഴിയെന്ന്. അവസാനം വീണ്ടും തന്നെ എൻ്റെ സഹോദരൻ്റെ അമ്മായിയമ്മ മുഖേന പൈസ മറിക്കുകയും പലിശയ്ക്ക് പുറത്തുനിന്ന് എടുക്കുകയും ചെയ്ത്
അവർ 4 ലക്ഷം രൂപ കൊണ്ടുവന്നു. പിന്നെ 2 ലക്ഷം രൂപയുടെ കാര്യം കൂടെ പറഞ്ഞു. അതെന്തായാലും ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ കൊച്ചനെ തന്നെ കൊടുത്ത് അതെന്തായാലും പ്രമാണം അടച്ച് 6 ലക്ഷം രൂപ ബാങ്കിൽ അടച്ച് ആ പ്രമാണം തിരിച്ചെടുക്കാൻ കഴിഞ്ഞു. അതിൽ ആദ്യത്തെ എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അന്നേരം തന്നെ ഞാൻ മാതാവിനോടും എത്ര പറഞ്ഞിട്ടും മരണം വരെ ഞാൻ നന്ദി പറഞ്ഞിട്ടും തീരുന്നില്ല എനിക്ക്. കാരണം എന്ത് വേണം എങ്ങനെ വേണമെന്ന് അറിയാൻ പറ്റുന്നത്. അന്നേരം എൻ്റെ മാതാവ് ഞാൻ പറയുന്നതെല്ലാം സാധിച്ച് എന്നെ കൈത്താങ്ങായി നിർത്തി എന്നുള്ളൊരിതായിരുന്നു. പക്ഷെ എനിക്ക് ഞാൻ ആരോടും പറയാതെ എന്തോ വേണമെന്ന് അറിയാൻ വയ്യത് എൻ്റെ അടുത്ത കൂട്ടുകാരോടുകളെല്ലാം പറഞ്ഞപ്പോൾ അവർക്കും ഭയങ്കര ഒരു അത്ഭുതമായി തീർന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ അസുഖമായിരുന്നു. കാരണം വയറുവേദന, ഡെയിലി വേദനയും നടുവേദനയും ഈ അരിസസിൻ്റെ അസുഖവും ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് കിടക്കാനോ ഒന്നും പറ്റാത്ത, ഒരു ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു എൻ്റെ ഭർത്താവ് നിന്നത്. എൻ്റെ ഭർത്താവ് എന്നോടൊപ്പം തന്നെ എന്നെക്കാട്ടിയും ഇതറിഞ്ഞ ദിവസങ്ങളോളം എന്നെക്കാട്ടിയും കൂടുതലും ഞാൻ പിന്നെയും ഇച്ചിരി സമയം കാണും. കാരണം എൻ്റെ ജോലി ഒതുക്കിയിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ ഭർത്താവ് അതല്ല, രാവിലെ 5:30 ആകുമ്പോൾ മുതൽ തുടങ്ങും. കറക്റ്റ് 5:30 ആകുമ്പോൾ എണീറ്റ് കുളിച്ച് വൃത്തിയായി മാതാവിന് മുന്നിൽ ഇരുന്ന് പ്രാർത്ഥനയാണ്. അന്നേരം ഞാനിത് പ്രാർത്ഥിച്ച് ഓടി വന്ന് എവിടുന്ന് കിട്ടിയ ഉടമ്പടിയിൽ നിന്ന് കിട്ടിയ എനിക്ക് തൈലവും ഉപ്പും എൻ്റെ ഭർത്താവിന് കൊടുത്ത് തൈലവും തേച്ചതിന് ശേഷം 3 ദിവസം ആയതേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ നിന്ന് പോയി മരുന്ന് കഴിച്ചെങ്കിലും കുറവില്ലായിരുന്നു. പക്ഷേ ഇവിടുന്ന് കിട്ടിയ ഇതുകൊണ്ട് പൂർണ്ണ സുഖമായി തീർന്ന് ജോലിക്ക് പോകാനും തുടങ്ങുകയും ചെയ്തു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എനിക്കും ഈ ഒരു ജോലി ആവശ്യമായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം, എനിക്കൊരു ജോലിക്ക് പോകണം. അത് ജോലി വേണം, ഞങ്ങളുടെ കുടുംബം മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് രണ്ടും എനിക്ക് നടക്കാൻ പറ്റുന്ന ഒരു ജോലി ആവണേന്നല്ല. ഒരു താൽക്കാലിക ഒരു ജോലി കിട്ടിയെങ്കിൽ അതിന് പൂർത്തിയായി പോകാൻ പറ്റുന്നില്ല. പക്ഷേ എന്നിട്ട് വീണ്ടും അതിനകത്ത് എനിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ നിന്നപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം. 2 പൊടിമക്കളാണ്, എനിക്ക് ആരുമില്ല. ഞാനും എൻ്റെ ഭർത്താവും ജോലിക്ക് പോയാൽ എൻ്റെ കുഞ്ഞുങ്ങളെ കാക്കാൻ ആരുമില്ല. എനിക്ക് അതനുസരിച്ചുള്ള എനിക്കൊരു ജോലി കിട്ടണേ എൻ്റെ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ നിന്ന സമയത്ത് തന്നെ തൊട്ടടുത്ത് ഒരു ചെറിയ കടയാണ്. എന്നാലും ഞാൻ അവിടെ ഒരു ഗൂഗിൾ പേക്ക് എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിപ്പോയ സമയം കാരണം എനിക്കൊരു ലോൺ അടയ്ക്കാനായിട്ട് ഞാൻ പോയതാണ്. കടയിൽ പോയി ഞാൻ ഒരു യാദൃശ്യമായിട്ടൊരു അങ്ങോട്ടും ഇങ്ങോട്ടൊരു സംസാരത്തിലൂടെ എന്ത് പറഞ്ഞു, മോളെ ജോലിയുടെ കാര്യത്തിന് വേണ്ടി ഞാൻ പോയതാണ് മാമ, അത് താമസിച്ച് പോയത് എന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, നീ ഒരു കാര്യം ചെയ്യും, ഞാനും ജോലിക്ക് ഇവിടെ ഒരാളെ തിരക്കുന്നു, നിനക്ക് നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിൽക്ക്. അത് ഞാൻ അപ്പോഴേ ഞാൻ ഓക്കെ പറഞ്ഞു, വേറെ ഒന്നും തിരക്കില്ല. പക്ഷേ എൻ്റെ സാഹചര്യം എൻ്റെ മാതാവ് അറിഞ്ഞുകൊണ്ടാവാം എനിക്ക് പറഞ്ഞു, മോള് സമയം എപ്പോഴാണോ അപ്പം വന്നാൽ മതി. കാരണം എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പറഞ്ഞ് വിട്ടു 9:30 ആകുമ്പോൾ എനിക്ക് കയറിയാൽ മതി. തിരിച്ച് ഒരു 11:30-12 മണിയാകുമ്പോൾ ഇറങ്ങാം. ആ 12 മണി കഴിഞ്ഞ് പിന്നെ തിരിച്ച് കയറി കഴിഞ്ഞ് എൻ്റെ മക്കൾ സ്കൂളിൽ നിന്ന് വന്ന് അവരെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ ട്യൂഷന് വിട്ട് കഴിയുമ്പോൾ ഒരു 5 മണിയായിട്ട് കയറി കഴിഞ്ഞ് തിരിച്ച് 7:30-8 മണിയാകുമ്പം എനിക്ക് എന്നെ അങ്ങനെ രണ്ട് കാര്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രീതിയിലൊരു ജോലി എനിക്ക് കിട്ടിയ തെറ്റില്ലാത്തൊരു ശമ്പളവും അതിനകത്തുണ്ട്. ഒരുവിധം ഇപ്പം ഞാൻ നല്ല സമാധാനത്തിലും സന്തോഷത്തിലും